എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടികൾ ഭയങ്കര തിരക്കാണ്. നമുക്ക് കിച്ചണിൽ ലഞ്ച് പ്രിപ്പയർ ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യണം, രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസും അതിനുവേണ്ട ടിപ്സ് ആൻഡ് ട്രിക്സുമാണ് ഞാനിതിൽ കാണിക്കുന്നത്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ആദ്യത്തെ ദിവസം ഞാൻ തയ്യാറാക്കുന്നത് ഒരു വാഫിൾസാണ്. വാഫിൾസ് തയ്യാറാക്കാനായിട്ട് കുറച്ച് ഓട്സും കുറച്ച് മൈദയുമാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇത് രണ്ടും തുല്യ അളവിലാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് മാവ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയും പിന്നീട് വെള്ളവും പാലും തുല്യ അളവിൽ ചേർത്ത് കൊടുക്കണം. ഇതിനാവശ്യം നമുക്കൊരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് ആവശ്യം. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്ന ചില ചേരുവകളൊക്കെ ഉണ്ട്. അതായത് ഒന്നെങ്കിൽ പഴം ചേർത്ത് കൊടുക്കാം, ചെറുപഴമോ അല്ലെങ്കിൽ റോബസ്റ്റ് പഴമോ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ. ഇവിടെ എൻ്റെ മക്കൾ അത് രണ്ടും കഴിക്കാത്തത് കൊണ്ട് ഞാനിത് രണ്ടും ചേർക്കുന്നില്ല. ചേർക്കാതെയും ഉണ്ടാക്കാം, ചേർത്തിട്ടും ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ മുട്ടയൊക്കെ ചേർത്താൽ നല്ല രുചിയാണ്, നല്ല പ്രോട്ടീനും അവർക്ക് കിട്ടും. അതൊരു വേഫിൾസിൻ്റെ പാനിലേക്ക് നിറച്ചൊഴിച്ച് കൊടുക്കണം. നിറച്ചൊഴിച്ചാൽ മാത്രമേ രണ്ട് സൈഡും ഒരേ ഭംഗിയിൽ കിട്ടുകയുള്ളൂ. രണ്ട് സൈഡും മറിച്ചിട്ടുണ്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാനിവിടെ സെർവ് ചെയ്യുന്നത് ഹണിയാണ്. വേണമെങ്കിൽ നമുക്ക് ജാമോ അതല്ലെങ്കിൽ പീനട്ട് ബട്ടറോ ഒക്കെ സെർവ് ചെയ്യാം. ഈ സെയിം ബാറ്റർ ഉപയോഗിച്ച് നമുക്ക് വാഫിൾസ് മാത്രമല്ല പാൻ കേക്കും ഉണ്ടാക്കാം. പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലാണ് അത് ഒഴിച്ച് കൊടുക്കേണ്ടത്. ദോശ ഒഴിക്കുന്ന പോലെ പരത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ഒഴിച്ചിട്ട് അങ്ങനെ രണ്ട് സൈഡും ചുട്ടെടുത്താൽ പാൻ കേക്കായി മാറും. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ ചോക്ലേറ്റ് സിറപ്പും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല ഇഷ്ടമാണ് കുട്ടികൾക്ക്. രണ്ടാമത്തെ ദിവസം തയ്യാറാക്കുന്നത് പുട്ടും കടലക്കറിയുമാണ്. ഈ പുട്ടും കടലക്കറിയും ഉണ്ടാക്കാൻ കുറച്ച് സമയമാണ്. കടലക്കറി ഉണ്ടാക്കാനാണ് കൂടുതൽ സമയം വേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ തലേദിവസം തന്നെ തയ്യാറാക്കി വെക്കാറാണ് പതിവ്. അതായത് രാത്രി കിടക്കുമ്പോൾ ഉണ്ടാക്കി വയ്ക്കും, നേരം വെളുത്തിട്ട് ഉപയോഗിക്കും. അങ്ങനെയാണ് പതിവ്. എൻ്റെ മോൾക്ക് 8 മണിക്കാണ് സ്കൂൾ ബസ് വരിക. 7 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടേക്ക് എത്തും എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത്രയും നേരത്തെ ഞാൻ പിന്നെ എണീക്കണം. അപ്പോൾ അതുകൊണ്ട് തലേദിവസം തന്നെ അതൊക്കെ ചെയ്ത് വയ്ക്കും. അപ്പോൾ കടലക്കറിയൊക്കെ തലേദിവസം തന്നെ ഞാൻ ഉണ്ടാക്കി വയ്ക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ട തേങ്ങയാണ് ഞാൻ വറുത്തെടുക്കുന്നത്. തേങ്ങ വറുത്തെടുക്കുമ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വറുത്തെടുക്കുന്നുണ്ട്. ഇതൊരു 3 കറിക്കൊക്കെ വേണ്ട തേങ്ങ ഉണ്ടാവും. തേങ്ങ മാത്രമല്ല അതിൽ മസാലകളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കും. അത് നന്നായി അരച്ച് പേസ്റ്റ് പോലെ അരച്ചിട്ട് 3 ജാറിലാക്കിയിട്ടാണ് ഞാൻ എടുത്ത് വയ്ക്കും ഫ്രീസറിനകത്ത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അത് പുറത്തേക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഭാഗം ഞാൻ ഇന്ന് തന്നെ കടലക്കറിയിൽ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ കടലക്കറി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് പറ്റും. ഇതേ അരപ്പ് തന്നെയാണ് നമ്മൾ വെള്ളക്കടലയ്ക്കും അതുപോലെ തന്നെ നമ്മൾ പൊട്ടറ്റോ കറി ഉണ്ടാക്കാൻ, അതുപോലെ ചിക്കൻ കറിയിലേക്ക് എല്ലാറ്റിലേക്കും ഇതേ അരപ്പ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി കറി താളിക്കുമ്പോഴാകട്ടെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി കൂടുതൽ ചേർത്തിട്ട് മൊരിയിച്ചെടുക്കുകയാണെങ്കിൽ നല്ല മണം കിട്ടും. പിന്നെ താളിക്കുമ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടുകയാണെങ്കിൽ കറിക്ക് നല്ല കളറും കിട്ടുന്നതായിരിക്കും. കേരളീയരുടെ പരമ്പരാഗതമായൊരു പ്രഭാത ഭക്ഷണമാണ് പുട്ട്. ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ പുട്ടുണ്ടാക്കാതെ ഒരു കളി മലയാളിക്കില്ല. പുട്ടുണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ രാവിലെ നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ പുട്ടുണ്ടാക്കാൻ നല്ല എളുപ്പമുള്ള ഒരു ഭക്ഷണമാണ്. അപ്പോൾ നമുക്കതൊരു നല്ല ചോയ്സായിട്ട് തിരഞ്ഞെടുക്കാം. പുട്ടിൻ്റെ കൂടെ കടല മാത്രമല്ല പഴവും പഞ്ചസാരയും മുട്ടക്കറിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും മീൻ കറിയും ഒക്കെ കഴിക്കുന്നവരുണ്ട്. എല്ലാം നല്ല കോമ്പിനേഷൻ തന്നെയാണ്.
അപ്പോൾ ഇന്നത്തെ പ്രഭാത ഭക്ഷണം ഇവിടെ തീരുകയാണ്. നമുക്ക് അടുത്ത ദിവസത്തെ പ്രഭാത ഭക്ഷണത്തിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ദിവസം പ്രഭാത ഭക്ഷണമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു അപ്പവും കടലക്കറിയാണ്. വെള്ളക്കടലയാണ് ഞാനിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തലേ ദിവസം തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് വരുന്നത് വരെ താങ്ക് യു വെരി മച്ച്.